നമ്മുടെ 10th മെയിൻസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചാനൽ ആരംഭിച്ചിട്ടുള്ള സിലബസ് കംപ്ലീഷൻ ചാലഞ്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം എന്ന ഭാഗത്ത് നമുക്ക് 6 മാർക്ക് ഉണ്ട്. ഈ ഭാഗത്ത് വരുന്ന മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഒന്നാമത്തെ മൊഡ്യൂൾ, അതായത് 4ാമത്തെ മൊഡ്യൂളിലെ ഒന്നാമത്തെ കണ്ടന്റ് ആയിട്ടുള്ള മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാണ്. കുറച്ചധികം പഠിക്കാനുള്ള ഏരിയയാണ് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കോശത്തിന്റെ വിഭജനമൊക്കെ പഠിക്കുന്ന ആ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളോടാണ് വരാൻ പോകുന്ന 10th മെയിൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൊരു സിലബസ് കംപ്ലീഷൻ ചലഞ്ച്, അതായത് ആ സിലബസിൽ എന്തൊക്കെയാണോ പറഞ്ഞത് 10th മെയിൻസിന് വേണ്ട സിലബസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ തീർക്കാൻ വേണ്ടി നമ്മളൊരു ചലഞ്ച് ആരംഭിച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഈ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പ്ലേലിസ്റ്റ്, അതായത് 10th മെയിൻസ് 225 എന്ന് പറയുന്നത് 2025, ഇതിൽ നമ്മൾ സിലബസ് അനുസരിച്ച് ഓരോ ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും അപ്ഡേഷനും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ഈ 10th മെയിൻസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോയാലോ. അപ്പൊ നമ്മൾ പറഞ്ഞു ബയോളജിയുടെ ഭാഗത്ത് വരുന്ന മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ബയോളജിയെ കുറിച്ച് പറയുമ്പോൾ ആരാ ജീവശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ബയോളജിയുടെ പിതാവ് എന്നൊക്കെ പറയുന്നത് ആരാ? അരിസ്റ്റോട്ടിലാട്ടോ. ആരാണ്? അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ഈ ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിക്കാം. ആരാ? ജീൻ ലാമാർക്ക് കേട്ടോ. ആരാ? ലാമാർക്ക് എന്നോ അല്ലെങ്കിൽ ജീൻ ലാമാർക്ക് എന്ന് ഓർത്തു നോക്കുക. ബയോളജിയുടെ പിതാവ് ചോദിച്ചാൽ അരിസ്റ്റോട്ടിലാണ്. ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ചോദിച്ചാൽ ആരാ? ലാമാർക്കാണ്. ജീവശാസ്ത്രത്തെ പൊതുവെ ആയിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ജന്തുശാസ്ത്രം എന്നും അതുപോലെ സസ്യശാസ്ത്രം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് ആരാ? അരിസ്റ്റോട്ടിലാട്ടോ. ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിലും സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ചോദിച്ചാൽ തിയോഫ്രാസ്റ്റസുമാണ്. ഓർത്തു നോക്കുക, തിയോഫ്രാസ്റ്റസ് ആണ്. അപ്പോൾ ജീവശാസ്ത്രത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ജന്തുശാസ്ത്രം എന്നും രണ്ട് സസ്യശാസ്ത്രം എന്നും. ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? അരിസ്റ്റോട്ടിലാണ്. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? തിയോഫ്രാസ്റ്റസ് ആണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായിട്ടുള്ള ഏറ്റവും ചെറിയ ഘടകം ഏതാണ്? ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായിട്ടുള്ള ഏറ്റവും ചെറിയ ഘടകം ചോദിച്ചാൽ ഏതാ? സെല്ലാണ് അല്ലെങ്കിൽ കോശമാണ്. ഓപ്ഷൻ സി ആണ്, കോശമാണ്. ഓർത്തു നോക്കുക, ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായിട്ടുള്ള ഏറ്റവും ചെറിയ ഘടകം ചോദിച്ചാൽ ഏതാ? കോശമാണ്. ഈ കോശം അല്ലെങ്കിൽ സെല്ല്, ഈ സെല്ല് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ചെറിയ മുറി എന്നാട്ടോ. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് കോശം അല്ലെങ്കിൽ സെൽ എന്ന് പറയുന്നത്. ഈ സെൽ എന്നത് ലാറ്റിൻ പദമാണ്. ഈ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ചോദിക്കാം എന്താ? ചെറിയ മുറി എന്നാണ്, അല്ലെങ്കിൽ സ്മോൾ റൂം എന്നുള്ളതാണ്. ഓർത്തു നോക്കുക. 2, ജീവനുള്ള കോശം ആദ്യമായിട്ട് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ജീവനുള്ള കോശം ആദ്യമായിട്ട് കണ്ടെത്തിയ വ്യക്തി ആരാ? ആന്റൺ വാൻ ലീവൻ ഹുക്ക് ആട്ടോ. ആരാ? ഓപ്ഷൻ ഡി ആണ്, ആന്റൺ വാൻ ലീവൻ ഹുക്ക് ആണ്. ജീവനുള്ള കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാ? ആന്റൺ വാൻ ലീവൻ ഹുക്ക് ആണ്. എന്നാൽ മൂന്നാമത്തെ ചോദ്യം, കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാ? കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാ? ആരാ കോശ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത്? 2 പേരുണ്ട്. ആരൊക്കെയാ? MJ സ്ലീഡനും തിയോഡർ ഷ്വാനുമാണ്. ഓർത്തു നോക്കുക, കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരൊക്കെയാന്ന് ചോദിച്ചാൽ MJ സ്ലീഡനും തിയോഡർ ഷ്വാനുമാണ്. ഇനി മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചത് ആരാ? മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചത് ആരാ? റോബർട്ട് ഹുക്കാട്ടോ. റോബർട്ട് ഹുക്കാണ്. ഇവിടെ ഒരു കാര്യം ഓർത്തു നോക്കുക, റോബർട്ട് ഹുക്കാണ് എന്ത് കണ്ടുപിടിച്ചത്? കോശം കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിക്കും. റോബർട്ട് ഹുക്കാണ്. കോശം കണ്ടുപിടിച്ചത് ആരാ? റോബർട്ട് ഹുക്കാണ്. സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാ? റോബർട്ട് ഹുക്കാണ്. ഈ മൈക്രോഗ്രാഫിയ എന്ന പുസ്തകത്തിന്റെ പ്രത്യേകത ചോദിച്ചാൽ കോശത്തിന്റെ ഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ച പുസ്തകമാണ് ഏത്? മൈക്രോഗ്രാഫിയ. നമ്മൾ പറഞ്ഞു അത് ആരാണ് എഴുതിയത് അല്ലെങ്കിൽ ആരുടെ പുസ്തകമാണ് മൈക്രോഗ്രാഫിയ? റോബർട്ട് ഹുക്കിന്റെ പുസ്തകമാണ് ഏത്? മൈക്രോഗ്രാഫിയ. എന്താ മൈക്രോഗ്രാഫിയയുടെ പ്രത്യേകത? കോശത്തിന്റെ ഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ച പുസ്തകം ചോദിച്ചാൽ ഏതാ? മൈക്രോഗ്രാഫിയാണ്. ഇനി 5ാമത്തെ ചോദ്യം, കോശത്തെ
കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യത്തെ പുസ്തകം, കോശത്തിന്റെ ഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ച പുസ്തകം, കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യത്തെ പുസ്തകം എന്നൊക്കെ ചോദിച്ചാൽ ഏതാ? മൈക്രോഗ്രാഫിയാണ്. ഓർത്തു നോക്കുക, മൈക്രോഗ്രാഫിയ. ആറാമത്തെ ചോദ്യം, കോശം ആദ്യമായിട്ട് കണ്ടെത്തിയ വ്യക്തി ആരാണ്? കോശം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാ? നമ്മൾ പറഞ്ഞു സൈറ്റോളജിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആര്? റോബർട്ട് ഹുക്കാണ് അല്ലെ. റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചതെന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി ഏഴാമത്തെ ചോദ്യം, കോശത്തെക്കുറിച്ചുള്ള പഠനം എന്തു പേരിൽ അറിയപ്പെടുന്നത്? കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി എന്നറിയപ്പെടുന്നത്. എന്താ? സൈറ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. സെൽസ്, പിന്നെ സെൽ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? സ്മോൾ റൂം അല്ലെങ്കിൽ ചെറിയ മുറി എന്നുള്ളതാണ്. ഏതു പേരിൽ അറിയപ്പെടുന്നത്? സൈറ്റോളജി എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗം ഏതാണ്? ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗം ഏതാണ്? ഏതാ? ഓപ്ഷൻ ഡി ആണ് കോശമർമ്മമാണ് കേട്ടോ. കോശമർമ്മമാണ് ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗം ചോദിച്ചാൽ ഏതാ? കോശമർമ്മമാണ്. ഒൻപതാമത്തെ ചോദ്യം, സെൽ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താ? നമ്മൾ പഠിച്ചു. എന്തായിരുന്നു സെൽ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം? ചെറിയ മുറി എന്ന അല്ലെ, സ്മോൾ റൂം. ഓപ്ഷൻ ബി ആണ് ചെറിയ മുറി എന്നുള്ളതാണ്. പത്താമത്തെ ചോദ്യം, കോശമർമ്മം കണ്ടെത്തിയത് ആരാ? കോശ മർമ്മം കണ്ടെത്തിയത് ആരാ? റോബർട്ട് ബ്രൗൺ ആട്ടോ. ഓപ്ഷൻ എ ആണ് റോബർട്ട് ബ്രൗൺ ആണ് ഏത് കണ്ടുപിടിച്ചത്? കോശ മർമ്മം കണ്ടുപിടിച്ചത്. എന്തായിരുന്നു കോശമർമ്മത്തിന്റെ പ്രത്യേകത? ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗം ചോദിച്ചാൽ ഏതാ? കോശമർമ്മമാണ്. ഈ കോശമർമ്മം കണ്ടെത്തിയതാണ് ആര്? റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്നത്. 11ാമത്തെ ചോദ്യം, കോശമർമ്മം കാണപ്പെടുന്ന ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗം ഏതാണ്? ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗം ഏതാണ്? ഏതാ? മർമ്മകമാട്ടോ. ഓപ്ഷൻ ഡി ആണ് മർമ്മകമാണ്. ഇവിടെ ഒരു കാര്യം ഓർത്തുക, മർമ്മകം എന്ന് പറയുന്നത് ഏതാകൃതിയിലാണ് കാണപ്പെടുന്നത്? ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇനി 12ാമത്തെ ചോദ്യം, റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗം ഏതാണ്? റൈബോസോം നിർമ്മാണത്തിൽ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന മർമ്മഭാഗം ചോദിച്ചാലും ഏതാ? ഓപ്ഷൻ ബി ആണ് മർമ്മകമാണ്. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗം ചോദിച്ചാൽ ഏതാ? മർമ്മകമാണ്. 13ാമത്തെ ചോദ്യം, കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് ഏതാ? റൈബോസോം ആട്ടോ. ഏതാ? റൈബോസോമാണ്. ഇനി ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കി, എന്തായിരുന്നു? റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗം ചോദിച്ചാൽ ഏതാ? മർമ്മകമാണ്. എന്താ റൈബോസോം? കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് ഏത്? റൈബോസോം. 14ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്ന ഏതാണ്? മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്ന ഏതാ? റൈബോസോം അല്ലെ. പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്ന ഏതാ? റൈബോസോമാണ്. ഇനി മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം ഏതാണ്? മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഏതാ? മർമ്മദ്രവ്യമാണ്. ഓപ്ഷൻ ബി മർമ്മദ്രവ്യം എന്നാണ് അറിയപ്പെടുന്നത്. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നത്? മർമ്മദ്രവ്യം എന്നാണ്. 16ാമത്തെ ചോദ്യം, മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് എവിടെയാ? മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് എവിടെയാ? മർമ്മദ്രവ്യത്തിലാട്ടോ. ഓപ്ഷൻ എ ആണ് മർമ്മദ്രവ്യത്തിലാണ്. എന്തായിരുന്നു മർമ്മദ്രവ്യം? മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് ഏത്? മർമ്മദ്രവ്യം എന്നറിയപ്പെടുന്നത്. ഈ മർമ്മദ്രവ്യത്തിലാണ് ഏതൊക്കെ കാണപ്പെടുന്നത്? മർമ്മകവും അതുപോലെ ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് എവിടെയാ? മർമ്മദ്രവ്യത്തിലാണ്. ഇനി മർമ്മദ്രവ്യത്തില് വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന മർമ്മഭാഗം ഏതാ? മർമ്മദ്രവ്യത്തില് വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന മർമ്മഭാഗം ഏതാ? ക്രൊമാറ്റിൻ ജാലികയാണ്. ഓപ്ഷൻ ബി ആണ് ക്രൊമാറ്റിൻ ജാലികയാണ്. മർമ്മദ്രവ്യത്തില് വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന മർമ്മഭാഗമാണ് ഏത്? ക്രൊമാറ്റിൻ ജാലിക. ഇനി ജീനുകൾ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗം ഏതാണ്? ജീനുകൾ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗം ചോദിച്ചാൽ ഏതാ? ക്രൊമാറ്റിൻ ജാലികയാട്ടെ. ഏതാ? ക്രൊമാറ്റിൻ ജാലികയാണ്. ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗം ചോദിച്ചാൽ ഏതാ? ക്രൊമാറ്റിൻ ജാലികയാണ്. ഇനി മർമ്മസ്തരത്തിലെ സുഷിരങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നത്? മർമ്മസ്തരത്തിലെ സുഷിരങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഏതാ? മർമ്മരന്ധ്രമാട്ടോ. എന്താ? മർമ്മരന്ധ്രമാണ്. മർമ്മസ്തരത്തിലെ സുഷിരങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നത്? മർമ്മരന്ധ്രം എന്നാണ്.
അടുത്ത ചോദ്യം, മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് എന്താ? മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് എന്താ? ഓപ്ഷൻ ബി ആണ് മർമ്മരന്ധ്രമാട്ടോ. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് എന്താ? മർമ്മരന്ധ്രമാണ്. ഇനി മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുടെ സ്ഥലം ഏതാണ്? മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരുപാളികളിലായിട്ടുള്ള സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? മർമ്മസ്തരമാണ്. ഓപ്ഷൻ ബി മർമ്മസ്തരമാണ്. 22ാമത്തെ ചോദ്യം, കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? കോശത്തില് മർമ്മം കാണപ്പെടാത്ത ജീവികൾ ഏത് പേരില? ഓപ്ഷൻ എ ആണ് പ്രോകാരിയോട്ടുകൾ എന്നാണ്. കോശത്തില് മർമ്മം കാണപ്പെടാത്ത ജീവികൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? പ്രോകാരിയോട്ടുകൾ എന്നാണ്. കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികൾ അറിയപ്പെടുന്ന ഏത് പേരില? കോശത്തില് സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികൾ അറിയപ്പെടുന്നത് ഏത് പേരില? ഓപ്ഷൻ ബി ആണ് യു കാരിയോട്ടുകൾ എന്നാട്ടോ. യു കാരിയോട്ടുകൾ എന്നാണ്. 24ാമത്തെ ചോദ്യം, കോശത്തിന്റെ ആവരണം ഏതാ? കോശത്തിന്റെ ആവരണം ഏതാ? കോശ സ്തരമാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് കോശസ്തരമാണ്. ഇനി 25, ഒരു ജന്തുകോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഏതാ? ഒരു ജന്തുകോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഏതാ? കോശസ്തരമാണ് അല്ലെ. കോശസ്തരമാണ്. ഒരു ജന്തുകോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം ചോദിച്ചാൽ ഏതാ? കോശസ്തരമാണ്. ഇനി കോശസ്തരത്തിനുള്ളിൽ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയപ്പെടുന്നത് ഏത് പേരില? ജീവദ്രവ്യം എന്നാട്ടോ. ഓപ്ഷൻ എ ആണ് ജീവദ്രവ്യമാണ്. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നത് എന്താ? ജീവദ്രവ്യമാണ്. ഇനി ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്ന ഏത് പേരില? ജീവദ്രവ്യത്തിനുള്ളില് മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് ഏത് പേരില? ഓപ്ഷൻ ഡി ആണ് കോശദ്രവ്യം എന്നാണ്. ജീവദ്രവ്യത്തിനുള്ളില് മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്ന ഏത് പേരില? കോശദ്രവ്യം എന്നാണ്. ഇനി ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാ? ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാ? ഓപ്ഷൻ എ ആണ് സെൻട്രോസോം ആണ്. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണിത്, സെൻട്രോസോം. ഇനി കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥം ഏതാ? കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥം ഏതാ? ഓപ്ഷൻ എ ആണ് കോശദ്രവ്യമാട്ടോ. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥം ചോദിച്ചാൽ ഏതാ? കോശദ്രവ്യമാണ്. ഇനി കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗം ഏതാണ്? കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗം ഏതാ? ലൈസോസോം ആട്ടോ. ഓപ്ഷൻ ബി ആണ് ലൈസോസോം ആണ്. 31, കോശങ്ങളെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഭാഗം ഏതാണ്? കോശങ്ങളെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഭാഗം ഏതാ? ഓപ്ഷൻ ഡി ആണ് സ്തരാവരണം. ഓപ്ഷൻ ഡി സ്തരാവരണം. ഇനി ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായിട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായിട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കോശാംഗങ്ങൾ എന്നാണ്. ഓപ്ഷൻ ബി കോശാംഗങ്ങൾ എന്നാണ്. ഇനി കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന ഭാഗം ഏതാ? സെൻട്രോസോം ആട്ടോ. ഓപ്ഷൻ സി സെൻട്രോസോം ആണ്. ഇനി സസ്യകോശം കണ്ടെത്തിയതാരാ? സസ്യകോശം കണ്ടെത്തിയത് ആരാ? എം ജെ സ്ലീറ്റൻ ആട്ടോ. ഓപ്ഷൻ സി ആണ് എം ജെ സ്ലീറ്റൻ ആണ്. അങ്ങനെയാണെങ്കിൽ ജന്തുകോശം കണ്ടെത്തിയത് ആരാണ്? സസ്യകോശം കണ്ടെത്തിയത് എം ജെ സ്ലീഡൻ ആണ്. അങ്ങനെയാണെങ്കിൽ ജന്തുകോശം കണ്ടെത്തിയത് ആരാ? തിയോഡർ ഷ്വാൻ ആട്ടോ. ഓപ്ഷൻ ഡി തിയോഡർ ഷ്വാൻ ആണ്. നമ്മൾ ഇവ രണ്ടുപേരെയും ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? കോശ സിദ്ധാന്തം രൂപീകരിച്ചത് ആരൊക്കെയായിരുന്നു? ഇവ രണ്ടുപേരുമായിരുന്നു അല്ലെ. എം ജെ സ്ലീഡനും തിയോഡർ ഷ്വാനുമാണ് എന്ത് ചെയ്തത്? കോശ സിദ്ധാന്തം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഓർത്തു നോക്കുക, അതില് എം ജെ സ്ലീഡൻ സസ്യകോശം കണ്ടെത്തിയ വ്യക്തിയാണ്. തിയോഡർ ഷ്വാൻ ആണെങ്കിൽ ജന്തുകോശവും കണ്ടെത്തിയതാണ്. ഇനി ഒരു കോശത്തിന്റെ പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ്ജ നിലയം എന്നൊക്കെ അറിയപ്പെടുന്ന ഭാഗം ഏതാ? ഒരു കോശത്തിന്റെ പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ്ജ നിലയം എന്നൊക്കെ അറിയപ്പെടുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? മൈറ്റോകോൺട്രിയോൺ ആട്ടോ. ഓപ്ഷൻ ഡി ആണ് മൈറ്റോകോൺട്രിയോൺ ആണ്. ഒരു കോശത്തിന്റെ പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ്ജ നിലയം എന്നൊക്കെ അറിയപ്പെടുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? മൈറ്റോകോൺട്രിയോൺ ആണ്. ഇനി ഒരു കോശത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന കോശഭാഗം ഏതാ?
ഒരു കോശത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന കോശഭാഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ് മൈറ്റോകോൺട്രിയോൺ ആട്ടോ. ഏതാ? മൈറ്റോകോൺട്രിയോൺ ആണ്. ഒരു കോശത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന കോശത്തിലെ ഭാഗമാണ് ഇത് മൈറ്റോകോൺട്രിയോൺ. ഇനി കരള്, തലച്ചോറ്, പേശികൾ എന്നിവയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശഭാഗം ഏതാണ്? കരള്, തലച്ചോറ്, പേശികൾ എന്നിവയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശഭാഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി മൈറ്റോകോൺട്രിയോൺ ആണ്. ഇനി കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശഭാഗം ഏതാണ്? കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശഭാഗമാണേത്? അന്തർദ്രവ്യാജാലിക. ഓപ്ഷൻ ബി അന്തർദ്രവ്യാജാലികയാണ്. ഇനി കോശാസ്ഥികുടം എന്ന പേരിൽ അറിയപ്പെടുന്ന കോശഭാഗം ഏതാണ്? കോശാസ്ഥികുടം എന്ന് അറിയപ്പെടുന്ന കോശഭാഗം ഏതാണ്? കോശാസ്ഥികുടം എന്നറിയപ്പെടുന്ന ഏതാ? അന്തർദ്രവ്യാജാലിക. ഓപ്ഷൻ ബി അന്തർദ്രവ്യാജാലികയാണ്. ഇനി കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കോശത്തിനുള്ളിലെ സഞ്ചാരപാത ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ്. എന്താ അറിയപ്പെടുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത അറിയപ്പെടുന്നതാണ് ഏത് പേരില്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന്. ഇനി കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശഭാഗം ഏതാണ്? കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശഭാഗം ഏതാ? അന്തർദ്രവ്യാജാലികയാട്ടോ. ഏതാ? അന്തർദ്രവ്യാജാലികയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശഭാഗം ചോദിച്ചാൽ ഏതാ? അന്തർദ്രവ്യാജാലികയാണ്. ഇനി ജലം, ലവണങ്ങള്, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശത്തിലെ ഭാഗം ഏതാണ്? ജലം, ലവണങ്ങള്, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശത്തിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ് ഫേനമാട്ടോ. ഏതാ? ഫേനമാണ്. ജലം, ലവണങ്ങള്, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശത്തിലെ ഭാഗമാണ് ഇത് ഫേനം. ഇനി ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സവിശേഷ സ്ഥലം ഏതാണ്? PYQ ആണ്. PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സവിശേഷ സ്ഥലമാണ് ഏത്? ടോണോപ്ലാസ്റ്റ്. ഓപ്ഷൻ ബി ആണ് ടോണോപ്ലാസ്റ്റ് ആണ്. ഇനി കോശത്തിലെ ട്രാഫിക് പോലീസ് എന്ന് അറിയപ്പെടുന്ന ഏതാണ്? കോശത്തിലെ ട്രാഫിക് പോലീസ് എന്ന് അറിയപ്പെടുന്നത് ഏതാ? ഗോൾജി കോംപ്ലക്സ് ആട്ടോ. ഓപ്ഷൻ സി ഗോൾജി കോംപ്ലക്സ് ആണ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്ന് അറിയപ്പെടുന്ന ഏതാ? ഗോൾജി കോംപ്ലക്സ് ആണ്. ഇനി രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശഭാഗം ഏതാ? രാസാഗ്നികള്, ഹോർമോണുകള്, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശഭാഗം ഏതാണ്? ഏതാ? ഓപ്ഷൻ ഡി ആണ് ഗോൾജി കോംപ്ലക്സ് ആട്ടോ. ഏതാ? ഗോൾജി കോംപ്ലക്സ് ആണ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശഭാഗം ചോദിച്ചാൽ ഏതാ? ഗോൾജി കോംപ്ലക്സ് ആണ്. ഇനി ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശഭാഗം ഏതാ? ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശഭാഗം ചോദിച്ചാൽ ഏതാ? ഗോൾജി കോംപ്ലക്സ് ആണ്. ഓപ്ഷൻ എ ആണ് ഗോൾജി കോംപ്ലക്സ് ആണ്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശഭാഗം ചോദിച്ചാൽ ഏതാ? ഗോൾജി കോംപ്ലക്സ് ആണ്. ഇനി ഒരു സസ്യകോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഏതാണ്? ഒരു സസ്യകോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഏതാ? കോശഭിത്തിയാണ്. ഓപ്ഷൻ സി കോശഭിത്തിയാണ്. ഒരു സസ്യകോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം ചോദിച്ചാൽ ഏതാ? കോശഭിത്തിയാണ്. ഈ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തു ഏതാ? കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തു ചോദിച്ചാൽ ഏതാ? സെല്ലുലോസ് കൊണ്ടാണ് ഏത് നിർമ്മിച്ചിരിക്കുന്നത്? കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ഇനി രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ബഹുകോശ ജീവികൾ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ബഹുകോശ ജീവികൾ എന്നാണ്. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണം തന്നിരിക്കുന്നതിൽ ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ് നമ്മളും സസ്യങ്ങളും അല്ലെ, ജന്തുക്കളും സസ്യങ്ങളും. ജന്തുക്കളും സസ്യങ്ങളും എന്തിനുദാഹരണം? ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്നതിൽ ഒരു കോശം മാത്രമുള്ള ജീവികൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഒരു കോശം മാത്രമുള്ള ജീവികൾ ഏത് പേരിലായിരിക്കും അറിയപ്പെടുന്നത്? ഒന്ന് ഏകം അല്ലെ. അപ്പൊ ഏകകോശ ജീവികൾ എന്നാണ്. ഒരു കോശം മാത്രമുള്ള ജീവികൾ ഏകകോശ ജീവികൾ എന്നും ഒന്നിലധികം കോശങ്ങളുള്ള ജീവികൾ ബഹുകോശ ജീവികൾ എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി ശരീരകോശങ്ങളിലെ കോശ വിഭജനം എങ്ങനെയാണ്? ശരീരകോശങ്ങളിലെ കോശവിഭജനം എങ്ങനെയാ? ശരീരകോശങ്ങളിലെ കോശവിഭജനം ക്രമഭംഗമാട്ടോ. ഓപ്ഷൻ ബി ആണ് ക്രമഭംഗമാണ്. ഇനി പ്രത്യുൽപാദന കോശങ്ങളിലെ അല്ലെങ്കിൽ ബീജകോശങ്ങളിലെ കോശ വിഭജനം എങ്ങനെയാണ്?
പ്രത്യുൽപാദന കോശങ്ങളിലെ വിഭജനം അല്ലെങ്കിൽ ബീജകോശങ്ങളിലെ കോശ വിഭജനം എങ്ങനെയാ? ഊനഭംഗമാട്ടോ, ഊനഭംഗം. ഇത് രണ്ടും എന്തായാലും പഠിച്ചു വെക്കണം. പിന്നെ ശരീരകോശങ്ങളിലെ കോശ വിഭജനം ക്രമഭംഗമാണ്, പ്രത്യുൽപാദന കോശങ്ങളിലെ കോശ വിഭജനം ഊനഭംഗമാണ്. ഇത് രണ്ടാലും ഓർത്തുവെക്കണം, എന്തായാലും ചോദിക്കും. ഓർത്തുവെക്കുക, ശരീരകോശങ്ങളിലെ കോശ വിഭജനം ക്രമഭംഗം അല്ലെങ്കിൽ മെറ്റോസിസ് എന്ന് പറയും. പ്രത്യുൽപാദന കോശങ്ങളിലെ കോശ വിഭജനമാണെങ്കിൽ ഊനഭംഗം എന്ന് പറയും, അല്ലെങ്കിൽ മിയോസിസ് എന്ന് പറയും കേട്ടോ, മിയോസിസ്. ഇനി ഊനഭംഗത്തിലെ പുത്രികാ കോശങ്ങളുടെ എണ്ണം എത്രയാണ്? ഊനഭംഗത്തിലെ പുത്രികാ കോശങ്ങളുടെ എണ്ണം എത്രയാ? 4. ഓർത്തു വെച്ചോ, ഊനഭംഗത്തിലെ പുത്രികാ കോശങ്ങളുടെ എണ്ണം എത്രയാ? 4 അങ്ങനെയാണെങ്കിൽ ക്രമഭംഗത്തിലെ പുത്രികാ കോശങ്ങളുടെ എണ്ണം എത്രയാണ്? ക്രമഭംഗത്തിലെ പുത്രികാ കോശങ്ങളുടെ എണ്ണം എത്രയാ? 2. ക്രമഭംഗത്തിലെ പുത്രികാ കോശങ്ങളുടെ എണ്ണം എത്രയാ? 2. ഇനി പ്രോ കാരിയോട്ടിൽ നടക്കുന്ന കോശ വിഭജനം ഏതാണ്? പ്രോ കാരിയോട്ടുകളിൽ നടക്കുന്ന കോശ വിഭജനം ഏതാ? ദ്വിവിഭജനമാട്ടോ. ഏതാ? ദ്വിവിഭജനമാണ്. പ്രോ കാരിയോട്ടുകളിൽ നടക്കുന്ന കോശ വിഭജനം ചോദിച്ചാൽ ഏതാ? ദ്വിവിഭജനമാണ്. അങ്ങനെയാണെങ്കിൽ യു കാരിയോട്ടുകളിലെ കോശ വിഭജനം ഏതായിരിക്കും? അത് ക്രമഭംഗവും ഉണ്ട് ഊനഭംഗവും ഉണ്ട്. ഓർത്തു നോക്കുക, ക്രമഭംഗവും ഊനഭംഗവുമാണ് ഏതില്? യു കാരിയോട്ടുകളിലെ കോശ വിഭജനം. ഇവിടെ പറഞ്ഞത് പ്രോ കാരിയോട്ടിൽ നടക്കുന്ന കോശ വിഭജനമാണെങ്കിൽ ദ്വിവിഭജനമാണ്. യു കാരിയോട്ടുകളിലെ കോശ വിഭജനമാണെങ്കിൽ ഏതാ? ക്രമഭംഗവും ഉണ്ട് ഊനഭംഗവും ഉണ്ട്. ഓർത്തു നോക്കുക. ഇനി കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജ്ജം സ്വതന്ത്രമാകുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നത്? കോശത്തിനുള്ളിൽ വെച്ചിട്ട് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് കോശ ശ്വസനം എന്ന, അല്ലെ? കോശ ശ്വസനം എന്നാണ്. കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കോശ ശ്വസനം എന്നാണ്. ഇനി കോശ ശ്വസന ഫലമായിട്ട് ഊർജം നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെയാണ്? കോശ ശ്വസന ഫലമായിട്ട് ഊർജം നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെയാ? ATPകളായിട്ടാണ്. എങ്ങനെയാ? ATPകളായിട്ടാണ്. ഓപ്ഷൻ ഡി ആണ്, ATPകളായിട്ടാണ്. ഇനി ATPയുടെ പൂർണ്ണ രൂപം എന്താണ്? ATPയുടെ പൂർണ്ണ രൂപം എന്താ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാട്ടോ. ഓപ്ഷൻ എ ആണ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. എന്തായിരുന്നു ATP? കോശ ശ്വസന ഫലമായിട്ട് ഊർജ്ജം നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെയാ? ATPകളായിട്ടാണ്. ATP എന്ന് പറഞ്ഞാൽ എന്താ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. ഇനി കോശ വിഭജന ഫലമായിട്ടുണ്ടാകുന്ന കോശം ഏതാണ്? കോശ വിഭജന ഫലമായിട്ടുണ്ടാകുന്ന കോശം ഏതായിരിക്കും? പുത്രികാ കോശം, അല്ലെ? ഓപ്ഷൻ ബി ആണ്, പുത്രികാ കോശമാണ്. അങ്ങനെയെങ്കിൽ കോശത്തിന്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്ന ഏതാണ്? കോശത്തിന്റെ എനർജി കറൻസി എന്ന് അറിയപ്പെടുന്നത് ഏതാ? ATP ആട്ടോ. ഏതാ? ATP ആണ്. ഇനി ഒരു കോശ ശ്വസനത്തിന്റെ ഫലമായിട്ട് ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും സ്വതന്ത്രമാകുന്ന ATPകളുടെ എണ്ണം എത്രയാണ്? ഒരു കോശ ശ്വസനത്തിന്റെ ഫലമായിട്ട് ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും സ്വതന്ത്രമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 30 ആട്ടോ. എത്രയാ? 30 ഓപ്ഷൻ എ ആണ്, 30. ഇനി കോശ ശ്വസനത്തിന്റെ 1-ാം ഘട്ടം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കോശ ശ്വസനത്തിന്റെ 1-ാം ഘട്ടം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഗ്ലൈക്കോളിസിസ് ആട്ടോ. ഏതാ? ഓപ്ഷൻ ബി ആണ്, ഗ്ലൈക്കോളിസിസ് എന്നാണ്. കോശ ശ്വസനത്തിന്റെ 1-ാം ഘട്ടം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പിന്നെ ഗ്ലൈക്കോളിസിസ് എന്നാണ്. ഇനി ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന കോശ ശ്വസനം ഏതാണ്? ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന കോശ ശ്വസനം ഏതാ? ഗ്ലൈക്കോളിസിസ് ആട്ടോ. ഗ്ലൈക്കോളിസിസ് ആണ്. ഇനി കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസ് വിഘടിച്ചിട്ട് പൈറൂവിക് ആസിഡായി മാറുന്ന പ്രക്രിയ ഏതാണ്? കോശ ദ്രവ്യത്തിൽ വെച്ചിട്ട് ഗ്ലൂക്കോസ് വിഘടിച്ച് പൈറൂവിക് ആസിഡായിട്ട് മാറുന്ന പ്രക്രിയ ഏതാ? ഗ്ലൈക്കോളിസിസ് ആണ്. ഓപ്ഷൻ എ ആണ്, ഗ്ലൈക്കോളിസിസ് ആണ്. കോശദ്രവ്യത്തിൽ വെച്ചിട്ട് ഗ്ലൂക്കോസ് വിഘടിച്ച് പൈറൂവിക് ആസിഡായിട്ട് മാറുന്ന പ്രക്രിയയാണ് ഇത്, ഗ്ലൈക്കോളിസിസ്. ഇനി ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്രയാ? 2 ആണ്. എത്രയാ? 2. ഇനി താഴെ പറയുന്നതിൽ കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനം ഏതാണ്? തന്നിരിക്കുന്നതിൽ കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഗ്ലൈക്കോളിസിസ് ആണ്. ഓപ്ഷൻ എ ആണ്, ഗ്ലൈക്കോളിസിസ് ആണ്. ഇനി കോശ ശ്വസനത്തിന്റെ 2-ാം ഘട്ടം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കോശ ശ്വസനത്തിന്റെ 2-ാം ഘട്ടം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ക്രബ്സ് പരിവൃത്തിയാണ്. ഓപ്ഷൻ സി, ക്രബ്സ് പരിവൃത്തിയാണ്. കോശ ശ്വസനത്തിന്റെ 2-ാം ഘട്ടം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ക്രബ്സ് പരിവൃത്തി എന്നാണ്. താഴെ പറയുന്നവര് ഓക്സിജൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഓക്സിജൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം ഏതാ? ക്രബ്സ് പരിവൃത്തിയാട്ടോ. ഏതാ? ഓപ്ഷൻ ബി ആണ്, ക്രബ്സ് പരിവൃത്തിയാണ്. ഇനി മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട് പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറുന്ന പ്രക്രിയ ഏതാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട്
പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറുന്ന പ്രക്രിയയാണ് ക്രബ്സ് പരിവൃത്തി കേട്ടോ. ഓപ്ഷൻ ബി ക്രബ്സ് പരിവൃത്തിയാണ്. ഇനി അവസാനത്തെ ചോദ്യമാണ്, ക്രബ്സ് പരിവൃത്തിയിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? ക്രബ്സ് പരിവൃത്തിയിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? 28 ആട്ടോ. എത്രയാ? 28. നമ്മൾ പറഞ്ഞു ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്രയായിരുന്നു? 2. ക്രബ്സ് പരിവൃത്തിയിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്രയാ? 28. അങ്ങനെ എന്ത് രണ്ടും കൂടിയിട്ട് 30. നമ്മൾ കോശത്തെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യം കൂടെ എക്സ്ട്രാ പറഞ്ഞുതരാം. ഏറ്റവും വലിയ ഏകകോശ ജീവി ഏതാന്ന് ചോദിക്കാം. ഏതാ? അസറ്റാബുലേറിയ കേട്ടോ. ഏതാ? അസറ്റാബുലേറിയ ആണ്. ഇനി ഏറ്റവും ചെറിയ ജീവനുള്ള കോശം ചോദിച്ചാൽ ഏതാ? മൈക്കോപ്ലാസ്മയ കേട്ടോ. ഏറ്റവും ചെറിയ ജീവനുള്ള കോശം ചോദിച്ചാൽ ഏതാ? മൈക്കോപ്ലാസ്മയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ കോശം ചോദിച്ചാൽ ഏതാ? അത് ഒട്ടകപക്ഷിയുടെ മുട്ടയാട്ടോ. ഏറ്റവും വലിയ കോശം ചോദിച്ചാൽ ഏതാ? ഒട്ടകപക്ഷിയുടെ മുട്ടയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ചോദിച്ചാൽ ഏതാ? അണ്ടമാട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ചോദിച്ചാൽ അണ്ടമാണ്. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശമാണ് ചോദിക്കുന്നെങ്കിൽ ഏതാ? അത് നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശമാണ് ചോദിക്കുന്നെങ്കിൽ ഏതാ? നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശമാണെങ്കിലോ അതും നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ കോശവും ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശവും ഏത് തന്നെയാ? നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ചോദിച്ചാൽ ഏതാ? അരുണ രക്താണുക്കള്. മനുഷ്യ ശരീരത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ചോദിച്ചാൽ ഏതാ? അരുണ രക്താണുക്കളാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം ചോദിച്ചാലോ അതും അരുണ രക്താണുക്കളാണ്. എത്ര ദിവസം? 120 ദിവസമാട്ടോ. എത്രയാ? 120 ദിവസമാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ചോദിച്ചാൽ ഏതാ? അത് ബീജകോശം. അപ്പോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ടമാണ്. ഏറ്റവും ചെറിയ കോശമാണെങ്കിൽ ഏതാ? ബീജകോശമാണ്. ഏറ്റവും നീളമേറിയതും ആയുസ് കൂടിയതുമായ കോശമാണെങ്കിൽ ഏതാ? അത് നാഡീകോശം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം ചോദിച്ചാൽ ഏതാ? അരുണ രക്താണുക്കളാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശമാണ് ഏത്? അരുണ രക്താണുക്കൾ. എത്ര ദിവസം? 120 ദിവസം.